ഇക്കാച്ചൻ്റെ സൂത്ര കൃഷിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഏതാണ്ട് 1.5 വർഷം മുമ്പ് ഈ ചാനൽ തുടങ്ങിയ സമയത്ത് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. മല്ലി വിത്തുകൾ എങ്ങനെ മുളപ്പിക്കാം എന്നായിരുന്നു അതിൽ പറഞ്ഞത്. ഒരുപാട് ആളുകൾ ആ വീഡിയോ കണ്ടിട്ടുണ്ട്, ഇപ്പോഴും കണ്ടുകൊണ്ടിരിപ്പുണ്ട്. അവരെല്ലാവരും മല്ലി മുളപ്പിക്കാൻ നോക്കിയോ, എന്നിട്ട് മുളച്ചോ അതോ മുളച്ചില്ലേ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും 2-3 പേരെന്നെ നേരിട്ട് വിളിച്ചു. ഇതുപോലെ കമൻറ്റ് വഴിയും ചാറ്റ് വഴിയുമൊക്കെ ആയിട്ട് പലരും ഇതിനെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തായിരുന്നു. എനിക്കറിയാവുന്ന ടിപ്സൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. അതുപോലെ മല്ലി വിത്ത് ആവശ്യപ്പെട്ട് ചിലരൊക്കെ വിളിച്ചായിരുന്നു, അവർക്കൊക്കെ അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. അതൊക്കെ എന്തായോ ആവോ. കൊറോണ വൈറസ് അങ്ങനെ പല രൂപത്തിലും ഭാവത്തിലും മാറി മറിഞ്ഞ് നമ്മളെയൊക്കെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. കുറേയേറെ ബുദ്ധിമുട്ടുകൾ നമുക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാലും നമ്മളാരും വെറുതെ ഇരിക്കുകയായിരുന്നില്ലല്ലോ. കുറച്ചുകൂടെ എളുപ്പത്തിൽ മല്ലി വിത്തുകൾ എങ്ങനെ മുളപ്പിക്കാം എന്നും മല്ലിച്ചെടി എത്ര വേഗത്തിലും നന്നായിട്ടും വളർത്തിയെടുക്കാം എന്നുമൊക്കെയായിരുന്നു ഞാനിവിടെ പരീക്ഷിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പരീക്ഷിച്ച് നോക്കിയതിൽ ഏറ്റവും എളുപ്പത്തിൽ മുളച്ച് കിട്ടുകയും അതുപോലെ ഏറ്റവും പെട്ടെന്ന് വളർന്നു കിട്ടുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഞാനിന്ന് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. സാധാരണ പേരും നാളും ഒന്നുമില്ലാതെ മാർക്കറ്റിൽ കിട്ടുന്ന ഏതെങ്കിലും വിത്തായിരുന്നു നമ്മൾ പരീക്ഷിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് പാടെ മാറ്റിയിട്ട് മുളയ്ക്കാൻ വളരെ എളുപ്പമുള്ളതും അതുപോലെ തന്നെ കരുത്തോടെ വളരും എന്ന് ഉറപ്പുള്ളതുമായിട്ടുള്ള ഒരു ഹൈബ്രിഡ് വിത്താണ് നമ്മളിന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. റാംസസ് എന്നാണ് ഈ വിത്തിൻ്റെ പേര്. ഓൺലൈനിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വലിയ പാക്കറ്റുകൾ വാങ്ങാൻ കിട്ടും. ഇനി അതല്ല, പരീക്ഷണ അടിസ്ഥാനത്തിൽ ഉപയോഗിക്കാനാണെങ്കിൽ ചെറിയ പാക്കറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് അയച്ചു തരാനുള്ള സംവിധാനമുണ്ട്. മല്ലിവിത്തുകൾ മാത്രമല്ല, 60ഓളം ഇനത്തിൽപ്പെട്ട നല്ല ഇനം പച്ചക്കറി വിത്തുകളുടെ ഒരു ശേഖരവും നമ്മുടെ കയ്യിലുണ്ട്. അതും ആവശ്യമുള്ളവർക്ക് അയച്ചു തരാനുള്ള സംവിധാനം നമുക്കുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. അത് നോക്കിയിട്ട് ആവശ്യമുള്ളവർക്ക് വാട്സാപ്പ് വഴിയോ അതല്ലെങ്കിൽ ഇമെയിൽ വഴിയോ അതും അല്ലെങ്കിൽ ഇവിടെ കമൻ്റ് ആയിട്ടോ വേണമെങ്കിൽ ഓർഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള മല്ലിയില എങ്ങനെ ഏറ്റവും എളുപ്പത്തിൽ വളർത്തിയെടുക്കാമെന്ന്. ഈ വിത്താണ് ഉപയോഗിക്കുന്നതെങ്കിൽ പണ്ടത്തെ എൻ്റെ മല്ലി വിത്ത് മുളപ്പിക്കുന്ന വീഡിയോയിൽ കാണിച്ച പോലെയുള്ള വലിയ ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയും ചെയ്യേണ്ട ആവശ്യമില്ല. ചട്ടി എടുക്കുക, മണ്ണ് നിറയ്ക്കുക, വിത്ത് പാവുക, അത്രേ വേണ്ടൂ. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഏത് പാത്രത്തിലാണോ മല്ലിച്ചെടി വളർത്താൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിൽ പോട്ടിംഗ് മിക്സ് നിറയ്ക്കുക എന്നതാണ്. ഇതിന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ സാധാരണ ഈ ചെടികൾ തൂക്കിയിടാനൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ വലിപ്പത്തിലുള്ള ഹാങ്ങിങ് പോട്ടാണ്. ഇനി പോട്ടിംഗ് മിക്സ് നിറയ്ക്കണം. പോട്ടിംഗ് മിക്സ് എന്ന് പറയുന്നത് വളരെ ലളിതമാണ്. ഇതിനകത്ത് നമ്മൾ മണ്ണ്, ചകിരിച്ചോറ്, ജൈവവളം ഇത് 3ഉം ഒരേ അളവിൽ മിക്സ് ചെയ്താണ് നിറച്ചിരിക്കുന്നത്. ഇവിടെ ആട്ടുംകാഷ്ടമാണ് ജൈവവളം. അതിന് പകരം ചാണകപ്പൊടിയോ മണ്ണര കൊമ്പോസ്റ്റോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഞാനിപ്പോൾ ചട്ടിയിൽ നിറച്ച മിക്സ് നന്നായി ഉണങ്ങിയതാണ്. അതുകൊണ്ട് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. നന്നായിട്ട് ഉണങ്ങിയതായതുകൊണ്ട് ഒഴിച്ച വെള്ളം അങ്ങനെ തന്നെ നമ്മുടെ മിക്സ് വലിച്ചെടുക്കുകയും ചെയ്തു. അടുത്തതായിട്ട് വിത്ത് നടൽ എന്ന് പറയുന്ന കലാപരിപാടിയാണ്. നിങ്ങൾ നോക്കുക, മല്ലിവിത്ത് ഞാൻ വാങ്ങിച്ച അതുപോലെ തന്നെ ഇരിക്കുകയാണ്. ഇത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കുകയോ അല്ലെങ്കിൽ കൈകൊണ്ട് സ്പ്ലിറ്റ് ചെയ്യുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. വിത്തിൻ്റെ പേര് മറക്കണ്ട, ഇതിൻ്റെ പേര് റാംസസ് എന്നാണ്. ഈസ്റ്റ് വെസ്റ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ ഹൈബ്രിഡ് വിത്തുകളാണിത്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങാൻ കിട്ടും. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെറിയ അളവിൽ വിത്ത് വാങ്ങാനുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് വാട്സാപ്പ് വഴിയും അല്ലെങ്കിൽ ഇമെയിൽ വഴിയും ഫോൺ വഴിയും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നടാനായിട്ട് തയ്യാറാക്കി വെച്ചിട്ടുള്ള ചട്ടിയിലെ മണ്ണിൽ 2 വിരൽ കൊണ്ട് ഒരു ചെറിയ കുഴി ഉണ്ടാക്കി ആ കുഴിയിലേക്ക് 5ഓ 6ഓ വിത്തുകൾ മാത്രം ഇട്ട് കൊടുക്കുക. എന്നിട്ട് പതുക്കെ കൈകൊണ്ട് തന്നെ ആ കുഴി അങ്ങ് മൂടുക. അടുത്ത ഒരു ഘട്ടം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ചട്ടി എടുത്തു, ചട്ടിയിൽ നടിയിൽ മിശ്രിതം നിറച്ച ശേഷം നനച്ച ശേഷം അതിനകത്ത് വിരൽ കൊണ്ടൊരു കുഴി ഉണ്ടാക്കി കുഴിയിൽ 5-6 മല്ലിവിത്തുകൾ ഇട്ടു. അതിനുശേഷം നമ്മൾ നമ്മുടെ കൈവിരൽ കൊണ്ട് ആ കുഴി പതുക്കെ അങ്ങ് മൂടി. ഇനി ചെയ്യേണ്ടത് ഈ ചട്ടി നമ്മൾ കൊണ്ടുപോയിട്ട് പകുതി വെയിലും പകുതി തണലും കിട്ടുന്ന ഒരു സ്ഥലത്ത്, അതായത് രാവിലെ തണലാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം വെയിൽ, അങ്ങനെ ഏതെങ്കിലും രീതിയിൽ തണലും വെയിലും മാറി മാറി വരുന്ന ഒരു സ്ഥലത്ത് വേണം ഇതിനെ കൊണ്ടുപോയിട്ട് വെക്കാൻ. പിന്നീട് ദിവസവും പോയി ഒരുപാട് വെള്ളം കോരി ഒഴിക്കരുത്. പുട്ടിന് പൊടി നനയ്ക്കുന്ന ആ ഒരു പാകത്തിൽ മാത്രം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. മല്ലിവിത്ത് സാധാരണ വിത്ത് പോലെയല്ല, മുളച്ച് വരാൻ ഇച്ചിരി സമയം എടുക്കും. ഒരു 7 മുതൽ 10 ദിവസം വരെ സമയം കൊണ്ട് ഉറപ്പായിട്ടും ഈ വിത്തുകൾ മുളച്ച് കിട്ടും. തൈകൾ വളർന്നു തുടങ്ങിയാലും ചുവട്ടിൽ നനവ് നിലനിർത്തുന്ന രീതിയിൽ
ആവശ്യത്തിന് മാത്രം നനച്ചു കൊടുത്താൽ ഒരു 1.5 മാസം കൊണ്ട് ഇത് സാമാന്യം വലിപ്പമുള്ള ഒരു മല്ലിച്ചെടിയായിട്ട് മാറും. പണ്ടത്തെ വീഡിയോ ഞാൻ ചെയ്തു കഴിഞ്ഞിട്ട് പലരും എന്നോട് ചോദിച്ചൊരു ചോദ്യം, ഇതിൽ മല്ലി മുളച്ച് നിൽക്കുന്നത് മാത്രമേ കാണുന്നുള്ളൂ, മല്ലി ചെടിയായതും വളർന്നതും ഒന്നും കണ്ടില്ലല്ലോ, ഇത്രയും കഴിഞ്ഞപ്പോൾ വാടിപ്പോയോ കരിഞ്ഞു പോയോ എന്നൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഈ വീഡിയോയിൽ എനിക്ക് സാധിക്കുന്ന അത്രയും മല്ലിയുടെ വളർച്ച ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ചെടികൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. മല്ലി തൈകളെല്ലാം വളർന്ന് വലുതായി ഒരു പകുതി വളർച്ചയിൽ എത്തി നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെയാണ് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് മല്ലി നട്ടു വളർത്താൻ സാധിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ വീഡിയോകൾ വേഗം കാണാനായിട്ട് ബെൽ ഐക്കണും പ്രസ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണും വരെ വിട പറയുകയാണ്. ബൈ ബൈ.